Hey guys, Sri here. iPhone 15 versus Xiaomi 14 versus Vivo X100. ഇത് മൂന്നും കൂടെ കമ്പയർ ചെയ്യാൻ വേണ്ടി എനിക്ക് രണ്ടൊന്ന് കമൻറ്റ്സ് വന്നായിരുന്നു. സോ അതുകൊണ്ട് തന്നെ ഇത് ചെയ്യുന്നത്. കമ്പയർ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ആദ്യമേ പറയാം, ഇതിൻ്റെ മൂന്നിൻ്റെ പേഴ്സണൽ ഇൻഡെപ്ത് റിവ്യൂ ചാനലിൽ അവൈലബിൾ ആണ്. സോ മേക്ക് ഷുവർ യു ചെക്ക് ദാറ്റ് ഔട്ട്. സോ ദിസ് കമ്പാരിസൺ വിൽ ബി ബേസ്ഡ് ഓൺ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസസും ഇതിൻ്റെ ടെക്നിക്കൽ ഡിഫറൻസസുമാണ്. അതുകൊണ്ട് ആദ്യമേ തന്നെ ഡിസൈൻ ഫിലോസഫീനെയും ഡിസൈനെക്കുറിച്ച് നമുക്ക് കമ്പയർ ചെയ്യാം. ഞാൻ ഉപയോഗിച്ചെടുത്തോളം കാലം, എൻ്റെ കൂട്ടുകാരന്മാർക്ക് ഫോൺ കൊടുത്തെടുത്തോളം കാലവും എല്ലാ എണ്ണവും പറഞ്ഞത് ഷവമി 14 ഡിസൈൻ ഇത്തിരി കിടിലോ, അതിൻ്റെ ലുക്ക് ആൻഡ് ഫീലും അതിൻ്റെ കയ്യിൽ പിടിക്കാനുള്ളൊരു രസവും സുഖവും അതിൻ്റെ പെർഫെക്റ്റ് ഡിസ്പ്ലേ സൈസും എല്ലാം കൊണ്ട് ഐ തിങ്ക് ഷവമി 14 ഡിസൈൻ ഫിലോസഫി ആൻഡ് ഡിസൈൻ ഇവിടെ ബെസ്റ്റാണ്. അതുകൊണ്ട് ഒരു പോയിൻ്റ് ഉറപ്പായിട്ട് ഇവിടെ ഷവമിക്ക് കൊടുത്തേ പറ്റും. പക്ഷേ ഡ്യൂറബിലിറ്റി ആൻഡ് സേഫ്റ്റി സ്റ്റാൻഡ് പോയിൻറ്റ്സിൽ നോക്കുമ്പോൾ ഐ തിങ്ക് iPhone 15 ഇവിടെ ഒരു പോയിൻ്റ് കൊടുക്കണം. കാരണം അതിൻ്റെ എയറോസ്പേസ് അലുമിനിയം ഗ്രേഡ് ആയിട്ടുള്ള സൈഡ് റീൽസും അതേപോലെ തന്നെ സെറാമിക് ഷീൽഡ്, നമുക്കെല്ലാം അറിയാം ഇൻഡസ്ട്രിയിൽ ഇപ്പോൾ ടെസ്റ്റഡ് ആൻഡ് ട്രസ്റ്റഡ് ആയിട്ടൊരു സാധനം ഇട്ട് വരിക സെറാമിക് ഷീൽഡിൻ്റെ ഒരുപാട് ഡ്രോപ്പ് ടെസ്റ്റ് ഒക്കെ എടുത്ത് നോക്കുമ്പോൾ ഞാൻ തന്നെ അന്തം വിട്ടിട്ടുണ്ട്. സോ അതുകൊണ്ട് പ്യുവർലി എനിക്ക് പറയാൻ പറ്റും iPhone 15 ആണ് ഇത് ഏറ്റവും കൂടുതൽ ബിൽട്ട് അല്ലെ പ്രോപ്പർലി ബിൽട്ട് ആയിട്ടൊരു ഫോൺ. വൺ തിങ് ടു കീപ്പ് ഇൻ മൈൻഡ്, iPhone 15 ആണ് ദി ലൈറ്റസ്റ്റ് ഫോൺ ഓൾസോ. പക്ഷേ X100 കുറിച്ച് ഡിസൈൻ ആൻഡ് ബിൽഡ് ക്വാളിറ്റിനെ കുറിച്ച് പറയുമ്പം ഓണസ്റ്റ്ലി എനിക്കിതിനെക്കുറിച്ച് ഒരുപാട് പൊക്കി പറയാനോ പ്രത്യേകിച്ച് എടുത്തു പറയാനോ ഒന്നുമില്ല. അത്യാവശ്യം നല്ല വെൽ ബിൽട്ട് ആയിട്ടൊരു ഡിസൈനാണ്, ഉപയോഗിക്കാനും ഈസ് ഓഫ് യൂസും കാര്യങ്ങളും എല്ലാം അടിപൊളിയാണ്. ഇതൊരു ലാർജർ ഡിസ്പ്ലേ ഇതിനെ രണ്ടിനും കമ്പയർ ചെയ്യുമ്പം. അതുകൊണ്ട് അത് നിങ്ങൾ വാങ്ങിക്കുമ്പോൾ ഒന്ന് മൈൻഡിൽ വെക്കുക. ദി ബിഗ്ഗസ്റ്റ് ഫോൺ ഈ കമ്പാരിസണിൽ ഈ ഫോൺ തന്നെയാണ്. വെയിറ്റ് ബാലൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 3 ഡിവൈസസും വെയിറ്റൊക്കെ അടിപൊളിയായിട്ട് ബാലൻസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് IP68 അക്രോസ് 3 ഡിവൈസും സ്റ്റാൻഡേർഡാണ്. സോ അത് പറഞ്ഞല്ലോ, ഒരു പോയിൻ്റ് ഇവിടെ ഷവമിക്കും ഒരു പോയിൻ്റ് ഇവിടെ ഐഫോണിനും കൊടുക്കാം. വിവോ X100 ഒരു എന്താ പറയുക, എക്സെപ്ഷണലി ഒന്നും എടുത്തു പറയാൻ എനിക്കൊന്നുമില്ല, പക്ഷേ ഒരു അത്യാവശ്യം നല്ല ഡിസൈൻഡ് ആയിട്ടൊരു ഫോൺ. ആൻഡ് ഡിസ്പ്ലേ സ്റ്റാൻഡ് പോയിന്റിൽ നമ്മൾ ചിന്തിക്കുമ്പം ഉറപ്പായിട്ടും ഫോർ മീ പേഴ്സണലി ഷവമി 14 ആണ് ഏറ്റവും ബെസ്റ്റ് ഡിസ്പ്ലേ. അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ചാൽ ഷവമി 14 കളർ കാലിബ്രേഷൻ എനിക്ക് ബാക്കിയുള്ള എല്ലാ അക്രോസ് പ്ലാറ്റ്ഫോം നോക്കുമ്പോഴും ബെറ്റർ ആയിട്ട് തോന്നി. ഒരു സാംസങ് ലെവൽ ഓഫ് കളർ കാലിബ്രേഷൻ എനിക്ക് തോന്നി. എന്ന് വെച്ചാൽ അതിൻ്റെ വൈറ്റ്സ് അസസ് ചെയ്യുമ്പം കൂളറും അല്ല വാമറും അല്ല ഡെഡ് ഓൺ വൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സാച്ചുറേറ്റഡോ ഭയങ്കര കോൺട്രാസ്റ്റി ഡിസ്പ്ലേ ഒന്നുമല്ല. എല്ലാ സർട്ടിഫിക്കേഷൻസും ഉണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. 120 Hz ആണ്, LTPO ആണ്, 3000 nits പീക്ക് ബ്രൈറ്റ്നസ് ഉണ്ട്, 10 bit ആണ്. വിവോയുടെ ഡിസ്പ്ലേനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് ഇത് തന്നെ പറയാനുള്ളൂ, കിടിലം ഡിസ്പ്ലേ ആണ്. എനിക്ക് ഇച്ചിരി കൂടെ കളർ കാലിബ്രേഷനും വൈറ്റ്സും ബെറ്റർ ആവാമെന്ന് തോന്നി. പക്ഷേ ടെക്നിക്കലി നോക്കുമ്പോൾ 120 Hz LTPO 3000 nits പീക്ക് ബ്രൈറ്റ്നസ് അക്രോസ് ദ ബോർഡ് കിടിലം ഡിസ്പ്ലേ ആണ് വിവോയുടെയും. അതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ചും കുറ്റം പറയാനോ എനിപ്പിക്കാനോ ഒരുപാടൊന്നുമില്ല. കീപ്പ് ഇൻ മൈൻഡ്, ഇവിടെ ഏറ്റവും വലിയ ഡിസ്പ്ലേയും കർവ്ഡ് ഡിസ്പ്ലേയും വിവോയുടെ. അത് നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ ഒന്ന് മൈൻഡിൽ വെക്കുക. ആൻഡ് iPhone 15 ഡിസ്പ്ലേനെ കുറിച്ച് പറയുമ്പം ആവറേജ് ഡിസ്പ്ലേ, ഗുഡ് കളേഴ്സ്, ഗുഡ് കോൺട്രാസ്റ്റ്, വേറെ എനിക്ക് എടുത്ത് പറയാനൊന്നുമില്ല. ഹൈപ്പിനൊന്നും ലാസ്റ്റ് ചെയ്യുന്നില്ല. ആൻഡ് ഇറ്റ് ഈസ് ആൻ ഔട്ട്ഡേറ്റഡ് ഡിസ്പ്ലേ. ബെസൽസും കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ട്. 120 Hz ഇല്ല, ഞാൻ പറയുന്നില്ല. ആൻഡ് അതുകൊണ്ട് എനിക്ക് ഇവിടെ ഷവമിക്ക് ഒരു പോയിൻ്റ് കൊടുക്കണം, വിവോയ്ക്ക് ഒരു പോയിൻ്റ് കൊടുക്കണം. ഐഫോണിൻ്റെ ഡിസ്പ്ലേ ഇസ് നോട്ട് ഡിസേർവിങ് എനി പോയിൻറ്റ്. 120 Hz ഇല്ല, സ്പെസിഫിക്കേഷനോ ടെക്നിക്കലി ഒന്നും ഭയങ്കര കിടിലോ അല്ല. പ്ലെൻറ്റി ബ്രൈറ്റും ഒരു ആവറേജ് ഡിസ്പ്ലേ. പക്ഷേ അത് അല്ലാതെ പൊതുവേ എനിക്ക് വേറെ ഒന്നും പറയാനില്ല ഈ ഡിസ്പ്ലേനെ കുറിച്ച്. സോ ഗൈസ്, നമുക്കിനി ബാറ്ററിനെ കുറിച്ച് സംസാരിക്കാം. അക്രോസ് ദ ബോർഡ് ഏറ്റവും വലിയ ബാറ്ററി ഉള്ളത് വിവോയുടെ X100 പക്ഷേ ഷവമിയുടെ 14 ബാറ്ററി കമ്പയർ ചെയ്ത് എനിക്ക് റിയൽ ഡേ ടു ഡേ ലൈഫിൽ രണ്ടിനും ഒരു 5.5 hours to more സ്ക്രീൻ ഓൺ ടൈം ആവറേജ് കിട്ടുന്നുണ്ട്. വലിയ മേജർ ഡിഫറൻസസോ കാര്യങ്ങളോ ഒന്നും എനിക്ക് ഈ ബാറ്ററി സെഗ്മെൻറ്റിൽ തോന്നിയില്ല. പക്ഷേ ഒരു കാര്യം കീപ്പ് ഇൻ മൈൻഡ്, ഷവമി ഡിവൈസസ് യൂസ് ചെയ്യുമ്പോൾ എനിക്ക് കൺസിഡറബിളി ഷവമി 14 ഇച്ചിരി കൂടെ കൂളറായിട്ട് തോന്നി. ഹീറ്റിംഗ് വിവോ X100 പെട്ടെന്നോ ക്യാമറയും ഗെയിമിങ്ങും ഒക്കെ കളിക്കുമ്പം അത് നിങ്ങൾ ബാറ്ററി ലൈഫിലൊന്ന് കൺസേൺഡ് ആയിരിക്കുക. ഓൾ ഓവർ എനിക്ക് പറയുന്നത് ഇത് രണ്ടും കിടിലം ബാറ്ററി ലൈഫ് ഉണ്ട്, രണ്ടിനും കിടിലമായിട്ടുള്ള ഫാസ്റ്റ് ചാർജിങ് ഉണ്ട്. ഞാൻ ഐഫോണിനെ കുറിച്ച് ഇവിടെ പറയുന്നില്ല, കാരണം ഇതിനകത്തെ വേഴ്സ്റ്റായിട്ട് പെർഫോമിങ് ഐഫോൺ തന്നെയാണ്. സ്ലോവർ ചാർജിങ്, വലിയ ബാറ്ററി ലൈഫ് ഒന്നും എക്സ്പെക്ട് ചെയ്യേണ്ട, ഭയങ്കരമായിട്ട് ഹീറ്റും ആകും. അതുകൊണ്ട് ക്ലിയർലി ഇവിടെ ഈ 2 ഫോണുമാണ് മെജോറിറ്റി ഓഫ് അപ്പർ ഹാൻഡ് ഉള്ളത്. ആൻഡ് ഈ രണ്ടിൽ നിന്ന് നോക്കുമ്പം എനിക്ക് ഒരെണ്ണത്തിനകത്ത് പിക്ക് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ബെറ്റർ ബാറ്ററി ലൈഫ് സ്ലൈറ്റ്ലി വിവോയുടെ X100 പക്ഷേ ബെറ്റർ കൂളിങ്ങും അല്ലെ ചൂടും തെർമൽസും ത്രോട്ടലിങ്ങും ഒക്കെ എനിക്ക് തോന്നുന്നു ഷവമിയുടെ 14. അതുകൊണ്ട് ഇവിടെയും 2 പോയിൻ്റ് ഈച്ച് ഫോൺസിനും കൊടുക്കണം. ഡോണ്ട് ഗെറ്റ് മീ റോങ്, ഇത് ബാറ്ററി ലൈഫിൽ രണ്ടും ഭയങ്കര സിമിലറാണ്. പക്ഷേ ഹീറ്റിംഗ് ഇച്ചിരി കൂടുതൽ വിവോയുടെ X100. സോ ഗൈസ്, ഹീറ്റിങ്ങിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് നമുക്ക് പ്രോസസ്സേഴ്സിനെ കുറിച്ച് സംസാരിക്കാം. ഇതിനകത്ത് ടെക്നിക്കൽ മാർവൽ അല്ലെങ്കിൽ ടെക്നിക്കലി ഏറ്റവും ബെസ്റ്റ് ഓർ അഡ്വാൻസ്ഡ് പ്രോസസ്സർ നിങ്ങൾ വിചാരിക്കും സ്നാപ്ഡ്രാഗൺസിൻ്റെ 8 Gen 3 ആണ്. പക്ഷേ അല്ല, ഇവിടെ ഡിമെൻസിറ്റിയുടെ 9300 സീരീസാണ്. ടെക്നിക്കലി അതിൻ്റെ ക്ലസ്റ്റർ അറേഞ്ച്മെൻറ്റ് നോക്കുമ്പോഴും അതിൻ്റെ IC അറേഞ്ച്മെൻറ്റും എല്ലാ കാര്യങ്ങളും നോക്കുമ്പം ഭയങ്കര കിടിലം പ്രോസസ്സറാണ്. പക്ഷേ
റോ പെർഫോമൻസ് കൂടുതൽ ഡിമെൻസിറ്റിക്ക് കൊടുക്കാൻ പറ്റുമെങ്കിലും ഒരുപാട് ആപ്സും ഗെയിംസും ഒക്കെ ഇപ്പോഴും ഒപ്റ്റിമൈസേഷൻ കൂടുതലുള്ള സ്നാപ്ഡ്രാഗനാണ്. അതുകൊണ്ട് ഈ ഒരു കാര്യങ്ങൾ രണ്ടും ഏറെക്കുറെ ടാലി ഔട്ട് പോകുന്നുണ്ട്. രണ്ടിനും UFS 4.0 സ്റ്റോറേജ് ഉണ്ട്. രണ്ടും അഡിക്വറ്റ്ലി കിഡിലും ഫാസ്റ്റ് ഫോൺസാണ്. ഇൻഡസ്ട്രിയിൽ നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടാവുന്നത് ഏറ്റവും ഫാസ്റ്റ് ഫോൺസിൽ ആണ് രണ്ട്. ആൻഡ് ഇവിടെ നോട്ടീസ് ചെയ്തോ, ഞാൻ ഐഫോണിനെ കുറിച്ച് ഒരുപാട് പറയാത്ത എന്താണെന്ന് വെച്ചാൽ, ഈവൻ ദോ ഐഫോണിൻ്റെ ബയോണിക് ചിപ്സെറ്റ്സ് എല്ലാം അവരുടെ ന്യൂറൽ പ്രോസസ്സിങ്ങും കാര്യങ്ങളും ഒക്കെ ഭയങ്കര അഡ്വാൻസ്ഡ് ആയ രീതിയിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിലും ഇത് 1-2 ജനറേഷൻ ബാക്ക് ആയിട്ടുള്ള ചിപ്സെറ്റാണ്. അത് പറയുമ്പോഴും വേറൊരു കാര്യം, ഈ GPUs ഇൻ ഐഫോൺ എസ്പെഷ്യലി ഭയങ്കര കേപ്പബിൾ ആണെങ്കിലും ആ 60 ഹെർട്സിലുണ്ടായതുകൊണ്ട് ഭയങ്കരമായ ലിമിറ്റേഷൻസ് നിങ്ങൾക്കുണ്ട് ആ ഫോണിൻ്റെ പെർഫോമൻസ് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നതിനകത്ത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ സെഗ്മെൻറ്റിലും റോ പെർഫോമൻസ് കൂടുതൽ തരുന്നതും Xiaomi 14ഉം വിവോയും, അത് നമുക്ക് കൂടുതൽ പൊട്ടൻഷ്യലി എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റുന്നതും ഈ രണ്ട് ഡിവൈസസിൽ നിന്നാണ്. അതുകൊണ്ട് അഗൈൻ ഈച്ച് പോയിൻറ്റ്സ് ടു വൺ ഓഫ് അവർ. എനിക്കറിയാം ആപ്പിൾ ഫാൻസ് ഒരുപാട് പേരുണ്ട്, പറയും എന്താ ബ്രോ ഇത് അഡ്വാൻസ്ഡ് അല്ലേ? ആണ്, എനിക്കറിയാം ഒരുപാട് രീതികളിൽ ഐഫോണിൻ്റെ ബയോണിക് ചിപ്സെറ്റ് ഭയങ്കര അഡ്വാൻസ്ഡ് ആണ്. പക്ഷെങ്കിൽ ഏതൊക്കെ രീതിയിലാണ് ബ്രോ നിങ്ങളത് ട്രൂലി അതിൻ്റെ പൊട്ടൻഷ്യൽ എടുക്കാൻ പറ്റുന്നത്? ആ 60 ഹെർട്സ് എന്ന് പറഞ്ഞ ആ സ്ക്രീൻ ഭയങ്കര ലിമിറ്റേഷൻസ് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ GPU അത്രയ്ക്ക് കേപ്പബിൾ ആണെങ്കിൽ പോലും നമുക്കത് യൂസ് ചെയ്യാൻ പറ്റാത്തൊരു സംഭവമല്ലേ. അതുകൊണ്ട് തന്നെ ഗൈസ് ഞാൻ ഷവോമിക്കും വിവോയ്ക്കും ഓരോ പോയിൻറ്റ്സ് കൊടുത്ത്. കാരണം ഇത് ലേറ്റസ്റ്റ് ചിപ്പുമാണ്, അതിൻ്റെ എക്സ്ട്രാക്ഷൻ ഓഫ് പെർഫോമൻസ് നമുക്ക് പ്രോപ്പറായിട്ട് ചെയ്യാനും പറ്റും. ഗൈസ് ക്യാമറ സ്റ്റാൻഡ് പോയിന്റിൽ വരുമ്പോഴാണ് എനിക്ക് ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടായി, ഏത് പിക്ക് ചെയ്യണം, ഏതാ നല്ലത്, ഏതാ ബെറ്റർ, ഏതാ ബെസ്റ്റ് എന്നൊക്കെ. ഞാൻ ഇച്ചിരി കൂടെ അതിൻ്റെ ടെസ്റ്റ് വീഡിയോസൊക്കെ എടുത്ത് നോക്കി അതിൻ്റെ ഫോട്ടോസൊക്കെ വീണ്ടും ഒന്ന് അസസ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി, എനിക്കും മെജോറിറ്റി ഓഫ് ആൾക്കാരും കൂടുതൽ ഹാപ്പി ആവാൻ പോകുന്നത് ഒന്നെങ്കിൽ ഐഫോണിൻ്റെ ക്യാമറ അല്ലെങ്കിൽ വിവോയുടെ ക്യാമറ. എനിക്കറിയാം ഷവോമിയുടെ ക്യാമറ ഒരുപാട് ടെക്നിക്കൽ മാർവൽസൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ടെക്നിക്കലി പുതിയ കൊളാബറേഷൻസും പുതിയ ലെൻസസും കുറേ അഡീഷൻസും 60x സൂമും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ കളർ പ്രോസസ്സിങ്ങിൽ ഷവോമി ഭയങ്കരമായിട്ട് മിസ് ഔട്ട് ചെയ്യുന്നത്. അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ടെക്നിക്കലി അതിൻ്റെ ഫുൾ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ സിമ്പിളായിട്ട് നിങ്ങളൊരു ഒരു സ്ഥലത്ത് നോക്കി ഫോട്ടോ എടുത്താൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന വിവോയുടെയും ഐഫോണിൻ്റെ ആയിരിക്കും. വിവോയുടെ കളർ പ്രോസസ്സിങ് ടിപ്പിക്കൽ വിവോയിൽ നിന്ന് വ്യത്യാസമുണ്ട്. അത്യാവശ്യം നാച്ചുറലാണ്, ഹൈലൈറ്റ് റോൾ ഓഫ്സും കാര്യങ്ങളൊക്കെ സൂപ്പറാണ്, സാച്ചുറേഷനും കാര്യങ്ങളൊക്കെ പോയിൻ്റാണ്, ആൻഡ് വൈറ്റ് ബാലൻസ് പ്രോപ്പറാണ്. ലെൻസ് 2ഉം 3ഉം ഒക്കെ മാറി മാറി ഉപയോഗിക്കുമ്പോഴും ഫോക്കൽ ലെങ്ത് മാറി മാറി ഉപയോഗിക്കുമ്പോഴെല്ലാം കളർ ആക്യുറസി അതേപോലെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതേപോലെ നമുക്കിനി ഐഫോണിൻ്റെ ക്യാമറ സിസ്റ്റത്തിനെ കുറിച്ച് പറയുമ്പം വെരി ഇംപ്രസീവ്. ഐഫോൺ 15 ഇപ്പോഴും ആൾക്കാർ എടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കാരണം ക്യാമറ തന്നെയാണ്. സംതിങ് മാജിക്കൽ അബൌട്ട് ഐഫോണിൻ്റെ പ്രോസസ്സിങ്. അവർ സ്കിൻ ടോൺ എപ്പോഴും കറക്റ്റ് ആക്കുക, ഹൈലൈറ്റിൻ്റെ റോൾ ഓഫും ഷാഡോസിൻ്റെ ഗ്രെയിനി ഫിലിമി ടെക്സ്ചറൊക്കെ കൊണ്ടുവരാൻ ആപ്പിളിന് ഭയങ്കരമായിട്ട് പറ്റുന്നുണ്ട്. ആപ്പിളിൻ്റെ സ്ട്രോങ്ങസ്റ്റ് സൈഡ് വീഡിയോയിൽ തന്നെയാണ് അവരുടെ സിനിമാറ്റിക് വീഡിയോയും ഈ സ്റ്റെബിലിറ്റിയും കളേഴ്സ് ത്രൂ ഔട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന സംഭവങ്ങളെല്ലാം ഐഫോൺ ഭയങ്കര കിടിലമായി. ഈ ഒരു കാറ്റഗറിയിൽ എനിക്ക് തോന്നിയിട്ടുണ്ട് ഐഫോണിൻ്റെ പ്രോസസ്സിങ്ങിലോട് ഭയങ്കര റെസ്പെക്റ്റ് തോന്നിയിട്ടുണ്ട്. കാരണം ബാക്കിയുള്ള ആൻഡ്രോയിഡ്സ് എല്ലാം മാക്സിമം കോമ്പീറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നെങ്കിൽ പോലും അവരുടെ ആ പ്രോസസ്സിങ് നെയിൽ ചെയ്ത് ചിലപ്പോൾ കുളമാവും, അങ്ങനത്തെയൊക്കെ ആയി പോകുന്നുണ്ട്. സോ ത്രൂ ഔട്ട് എനിക്ക് പറയാൻ പറ്റും, നിങ്ങൾക്ക് ക്യാമറ സിസ്റ്റം പ്രൈമറി കൺസേൺ ആണെങ്കിൽ വിവോയിൽ നിങ്ങൾ ഒട്ടും ഡിസപ്പോയിൻറ്റഡ് ആവത്തില്ല. ഇച്ചിരി കൂടെ വേഴ്സറ്റൈൽ ക്യാമറ സിസ്റ്റമാണ് വിവോയുടെ. ഒരുപാട് ഫോക്കൽ ലെങ്തും കാര്യങ്ങളും പോർട്രേറ്റ്സും ഒക്കെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. പിന്നെ പ്രോസസ്സിങ് സ്കിൻ ടോണൊക്കെ വിവോയിൽ ചെറുതായിട്ട് റെഡിഷ് ആക്കുമെങ്കിൽ പോലും ഇറ്റ് ഈസ് ഗുഡ് ടു ബെറ്റർ. ഐഫോണിൻ്റെ ക്യാമറ സിസ്റ്റത്തിനകത്ത് ഈ വിലയ്ക്ക് എനിക്ക് തോന്നുന്നു അത്യാവശ്യം പ്രോപ്പർലി കിടിലമായിട്ടൊരു ക്യാമറ സിസ്റ്റമാണ്. നിങ്ങൾക്ക് കാൺ ഗോ റോങ്. ഡോണ്ട് ഗെറ്റ് മീ റോങ് ഗൈസ്, ഷവോമിയുടെ ക്യാമറ സിസ്റ്റം കൊള്ളത്തില്ലെന്നല്ല, ഒരുപാട് രീതിയിൽ നൈറ്റിലൊക്കെ പോകുമ്പോൾ ഷവോമിയുടെ ക്യാമറ സിസ്റ്റം അത്യാവശ്യം നല്ലോണം പെർഫോം ചെയ്യുന്നുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു അവർ ഈ സോഫ്റ്റ്വെയർ അപ്ഡേറ്റിലൂടെ അവരുടെ പ്രോസസ്സിങ്ങും ഈ ഹൈലൈറ്റ് ഒക്കെ കൺട്രോൾ ചെയ്യുന്ന ചെറുതായിട്ടൊന്ന് പ്രോപ്പർലി മാനേജ് ചെയ്യാൻ പറ്റുമെങ്കിൽ അവരുടെ ക്യാമറ സിസ്റ്റം പൊളിയാണ്. റൈറ്റ് നൗ ഷവോമിയുടെ ക്യാമറ സിസ്റ്റത്തിന് നല്ല പൊട്ടൻഷ്യലുണ്ട്. ഇതിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇഞ്ചോടിഞ്ച് ജസ്റ്റ് താഴോട്ട് പോകുന്നെങ്കിൽ എനിക്കിതിനെ കുറ്റം പറയാൻ പറ്റും. അല്ലാതെ ഓൾ ഓവർ ഇതിൻ്റെ 3ൻ്റെ ക്യാമറ സിസ്റ്റം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ എനിക്കിത് രണ്ടെണ്ണം ചൂസ് ചെയ്യണമെങ്കിൽ ഐ വുഡ് ഗോ വിത്ത് ഐഫോൺ 15 ആൻഡ് വിവോയുടെ X100. ലോ ലൈറ്റിലും കൂടെ ഐഫോണിൻ്റെ പ്രോസസ്സിങ് അത്യാവശ്യം നാച്ചുറലായിട്ട് വെക്കുന്നുണ്ട്, എന്നാലും ഷാഡോസൊക്കെ ഒരുപാട് ഡീറ്റെയിൽസ് പോകുന്നുണ്ട്. വിവോയുടെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതേപോലെ തന്നെ ഷവോമിക്കും പ്രോസസ്സിങ് നൈറ്റിൽ ഇച്ചിരിയുടെ ബെറ്റർ ആക്കാമെന്ന് തോന്നി. ക്യാമറ സിസ്റ്റം അത് തന്നെ 2 പോയിൻറ്റ്സ്, ഒന്ന് വിവോയ്ക്കും ഒന്ന് ഐഫോണിനും. ദാറ്റ് ഇസ് ഇറ്റ്. ഈ സോഫ്റ്റ്വെയർ സെഗ്മെൻറ്റിലേക്ക് വരുമ്പോഴാണ് വീണ്ടും ഷവോമിക്കും ഐഫോണിനും ഒരു അപ്പർ ഹാൻഡുള്ള. ഫൺ ടച്ച് ചോയ്സ് കൊള്ളത്തില്ല എന്ന് അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഇച്ചിരിയുടെ ലൈറ്റർ, ഈസി ടു യൂസ്, ബെറ്റർ അനിമേഷൻസ്, ഓവറോൾ പ്ലീസിങ് സോഫ്റ്റ്വെയർസ് ഷവോമിയുടെ ഹൈപ്പർ OSഉം ആൻഡ് ഐഫോണിൻ്റെ iOSഉം.
ഹൈപ്പർവോയ്സിനെ കുറിച്ച് പറയുമ്പോൾ അത് ഒരുപാട് ബെറ്റർ ആയിട്ടുണ്ട് ഈ MIUI എന്ന് നോക്കുമ്പോൾ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത് ഞാൻ അതിൻ്റെ Xiaomi 14 ഇൻഡെപ്ത് വീഡിയോയിൽ പറയുന്നുണ്ട്. പക്ഷേ ഐഫോണിൻ്റെ OS എത്രയൊക്കെ ബഗ്സ് ഉണ്ടെങ്കിലും അവർ ഓരോരോ അപ്ഡേറ്റ് ചെയ്യുന്നു, അതെല്ലാം ഫിക്സ് ചെയ്ത് ഇപ്പോൾ ഭയങ്കര സ്റ്റേബിൾ സോഫ്റ്റ്വെയർ ആയി വരുന്നു. പിന്നെ എത്ര കൊല്ലത്തേക്ക് അതിന് സോഫ്റ്റ്വെയർ സപ്പോർട്ടും അപ്ഡേറ്റിനും കിട്ടുന്നതെന്ന് നമുക്ക് പോലും അറിയാൻ പറ്റില്ല. 5, 6, 7 കൊല്ലത്തേക്ക് ഒരു ആപ്പിൾ കൊടുത്തേക്കാം. ഷവോമിക്കും വിവോയ്ക്കും അതുപോലെ തന്നെ 3, 4 കൊല്ലമൊക്കെ വെച്ച് കിട്ടുന്നുണ്ട്. പക്ഷേ ഐഫോണിൻ്റെ ഓവറോൾ സോഫ്റ്റ്വെയർ സപ്പോർട്ടും അവരുടെ സോഫ്റ്റ്വെയർ ഈസ് ഓഫ് യൂസും ജെന്യൂനിറ്റിയും ഐഫോണിന് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇനിഷ്യലി iPhone 15 ഇറങ്ങിയപ്പോൾ ഒരുപാട് ബഗ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം ഫിക്സായി പ്രോപ്പറായി വരിക. അതേപോലെ തന്നെ വിവോയുടെ X100നും ബഗ്സും കാര്യങ്ങളും ഒന്നുമില്ല. പക്ഷേ ഐ എം നോട്ട് എ ഫാൻ ഓഫ് ആ ഒരു ക്ലട്ടേർഡ് ലുക്കും ഫീലും ഒന്നും എനിക്ക് ഭയങ്കരമായിട്ട് പിടിച്ചില്ല. ഹൈപ്പർവോയ്സ് ഗുഡ് ടു ബെറ്റർ കിടലുമായി വരുന്നു. ഈ സെഗ്മെൻറ്റിലും എനിക്ക് 2 പോയിൻറ്റ് കൊടുക്കണം. അതും ഹൈപ്പർവോയ്സിനും iOSനുമാണ്. സോ ഗൈസ്, നമുക്കിതിൻ്റെ വേർഡിക്റ്റിലേക്ക് വരാം. ഞാനിതിൽ നിങ്ങൾക്ക് എല്ലാവർക്കും മിക്കവർക്ക് റെക്കമെൻഡ് ചെയ്യാൻ പോകുന്നത് ഷവോമിയുടെ 14. എൻ്റെ ക്യാമറ സെഗ്മെൻറ്റിൽ അത് ചെറിയ ഡൗൺ ഗ്രേഡോ 3ാമത് റേറ്റ് ചെയ്തെങ്കിലും ഇറ്റ് ഈസ് എ റിയലി ഗുഡ് ക്യാമറ സിസ്റ്റം. ഷവോമിക്ക് ഒരു അപ്ഡേറ്റിൽ ഇതിൻ്റെ പ്രോസസ്സിങ് കിടിലോ ആക്കാവുന്നേ ഉള്ളൂ. ആൻഡ് iPhone 15 ആർക്കൊക്കെ റെക്കമെൻഡ് ചെയ്യുന്നത് വെച്ചാൽ നിങ്ങൾക്ക് ഐഫോൺ വേണമെന്ന് അത്രയ്ക്ക് നിർബന്ധമുണ്ട്, അതേപോലെ തന്നെ നിങ്ങൾക്ക് ആ ക്യാമറ സിസ്റ്റം വേണമെന്നും ഭയങ്കര നിർബന്ധമുണ്ടെങ്കിൽ മാത്രം. ബാക്കിയുള്ള എല്ലാ സെഗ്മെൻറ്റിലും ഈ 2 ഫോൺ അത്യാവശ്യം സുപ്പീരിയറാണ്. വിവോയുടെ X100 ഇസ് നോട്ട് എ ബാഡ് ഫോൺ. പക്ഷേ എന്താ പറയുക, ആ പ്രീമിയം വികാരവും ആ ഒരു സോഫ്റ്റ്വെയർ ക്ലട്ടേർനെസ് അല്ലാതെ ഒരു മിനിമൽ സോഫ്റ്റ്വെയറും കാര്യങ്ങളും ഒന്നും എനിക്ക് ആ ഒരു വികാരം എനിക്ക് Xiaomi 14 ബെറ്ററായിട്ട് കിട്ടിയത്. അതുകൊണ്ടാണ് ഞാൻ മിക്കവർക്കും Xiaomi 14 റെക്കമെൻഡ് ചെയ്യുന്നത്. ഈവൻ ദോ വിവോ X100 ക്യാമറ സിസ്റ്റം ഇച്ചിരി കൂടെ അടിപൊളിയാണ്. പക്ഷേ ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ എനിക്ക് എന്താ പറയുക, Xiaomi 14 ഇസ് സൂപ്പർബ്. വിവോയുടെ X100 അതേപോലെ തന്നെ അടിപൊളി ഡിവൈസാണ്. അതിൻ്റെ സോഫ്റ്റ്വെയറും അതിൻ്റെ ഡിസൈനും അതിൻ്റെ ബിൽഡ് ക്വാളിറ്റി മെറ്റീരിയൽസും ഒക്കെയാണ് എനിക്കൊരു ഡൗട്ടായിട്ട് തോന്നിയത്. ബട്ട് ഓവറോൾ അതും നല്ലൊരു പാക്കേജ്. ആൻഡ് iPhone 15 ഞാൻ ഒരുപാട് അങ്ങനെ റെക്കമെൻഡ് ചെയ്തല്ലോ. സോ ദാറ്റ് ഇസ് ഇറ്റ് ഗൈസ്. സോ അത്രേ ഉള്ളൂ ഗൈസ് എനിക്ക് പറയാനുള്ള. Xiaomi 14ൻ്റെയും വിവോ X100ൻ്റെയും iPhone 15 ഡെഡിക്കേറ്റഡ് റിവ്യൂ ഉണ്ട്, പോയി കണ്ടു നോക്കൂ. ലവ് യു, ചിയേഴ്സ്.